നമസ്കാരമുണ്ട്. നമ്മുടെ കേരളം ഇത്രയും അധംപതിച്ചു പോയ ഒരു നാടാണോ എന്ന് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. നമ്മുടെ നിയമത്തിൻ്റെ പേടിയില്ലായ്മ കൊണ്ട് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം നാറിത്തരമാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾക്ക് എന്നുള്ള ഒരു സുരക്ഷിതത്വം ഇന്ത്യയിൽ ഏത് നാട്ടിലെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിലുണ്ടോ? കേരളത്തിലെ പോലീസുകാരനോടും നമ്മുടെ ആഭ്യന്തരമന്ത്രിയോടും നമ്മുടെ മുഖ്യമന്ത്രിയോടുമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാതിരിക്കാനും ചോദിക്കാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. കാരണം അത്രമാത്രം അതമ്പതിച്ചിട്ടാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഞാൻ ആ വീഡിയോ ഇട്ടതൊന്ന് എല്ലാവരും ഒന്ന് എടുത്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും പോലീസ് വകുപ്പിലുള്ള പോലീസുകാരും കാണാൻ വേണ്ടിയാണ് ഇത് മീഡിയയിലിട്ട് ചെയ്യുന്നത്. എന്താണെന്ന് അത് നോക്കിയാൽ അറിയും. എനിക്കത് പറയാൻ നാണക്കേടുണ്ട്. ഇത്രയും അതമ്പതിച്ച് ഇത്രയും വൃത്തികെട്ട് ഈ ലൈംഗിക ബന്ധത്തിന് ഇത്രയും ദാരിദ്ര്യം ഉണ്ടോ? എൻ്റെ ചോദ്യം, ആ ചെയ്ത ആ ആളിന്, ആ തെണ്ടിക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ, അമ്മയില്ലേ? ഈ ലോകത്തെ ഓരോ സ്ത്രീകളെയും അമ്മയായിട്ടും സഹോദരിയായിട്ടും മക്കളായിട്ടും കാണണം എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ദൈവത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. വയസ്സായവരായാലും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും ഇന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ കുറച്ച് തൻ്റെ ഇടവും തൊലിക്കട്ടിയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ നടക്കാൻ പറ്റുന്നുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ, അമ്മാതിരി തെണ്ടിത്തരമാണ് ആ നായിൻ്റെ മകൻ ചെയ്തിരിക്കുന്നത് ബസ്സിൻ്റെ ഉള്ളിലിരുന്നിട്ട്. എങ്ങനെയാ ആ ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറൊന്നും ഇല്ലേ ചോദ്യം ചെയ്യാൻ? ഇല്ലെങ്കിൽ അവനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ അതിൽ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ലേ ആ ബസ്സിൽ? ഒരു സ്ത്രീ എന്നൊരു നിലയ്ക്ക് ഇതിന് ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ സ്ത്രീയാണെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുണ്ട്? ഇതുമാതിരി ആണുങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക? പെണ്ണുങ്ങളുണ്ട്, പക്ഷേ ഇത്രയും മോശമായിട്ട് പെണ്ണുങ്ങൾ ഡ്രസ്സ് അഴിച്ച് കാണിക്കുന്ന പരിപാടി എന്തായാലും കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആണുങ്ങളെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പട്ടിൻ്റെ മോന് ഇത്രയും നാണവും മാനവും തൊക്കും തൊലിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ പട്ടിയേക്കാളും മോശമായിട്ട് തെരുവിൽ പട്ടി കിടന്ന് ഇതേപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പട്ടിക്ക് അറിയില്ല ഈ ലോകത്തിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ലോകർ കാണുന്നുണ്ട്, നാണക്കെടാണ്ട് എന്ന് പട്ടിക്ക് ആ ബന്ധത്തിൽ അറിയില്ല. പക്ഷെ ഒരു മനുഷ്യൻ, അതായത് അവൻ ഉപ്പും ചോറും തിന്നുന്ന ഒരു മനുഷ്യനാണവൻ. ആ മനുഷ്യൻ ആ ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് ഇത്രമാത്രം അവൻ ധൈര്യത്തോടു കൂടിയിട്ട് അത് ചെയ്യണമെങ്കിൽ അവൻ നമ്മളുടെ നിയമത്തിൽ ഇത്രയേ നമ്മളെ ചെയ്യുള്ളൂ എന്ന് കരുതിയാണ് ആ പട്ടി, ആ നായിൻ്റെ മകൻ ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്കും നമ്മുടെ രമേശ് ചെന്നിത്തല സാറിനും പോലീസുകാർക്കും നല്ല പോലീസുകാരുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, സുരക്ഷിതത്വമില്ല. നമ്മുടെ കേരളം യു.പി.എ പോലെയോ ഇങ്ങനെ പറയുന്ന നാടുകൾ പോലെ വൃത്തികെട്ട നാടായി മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ നിയമത്തിനും ശിക്ഷ കൊടുക്കുന്നതിനും ഒരു മാറ്റം വരുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരാൾ ഇതേപോലെയെല്ലാം തെമ്മാടിത്തരം ചെയ്യുമ്പോൾ അതിനുള്ള തക്ക ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ, ഒരിക്കലും ഒരു തെറ്റിന് നാട്ടുകാരെ പേടിക്കുന്ന ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ പിന്നെ ആ കാര്യം അവർ ചെയ്യില്ല. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇത്രയും മാത്രം പറയണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം എഴുതണം. ഇതിൽ സ്ത്രീകൾ ഇനിയും രംഗത്ത് വരണം. പുകയും പടലവും കൊണ്ട് അടുക്കളയിൽ നിൽക്കേണ്ടവരല്ല സ്ത്രീകൾ. തൻ്റെ ഇടത്തോടു കൂടി വന്ന് പ്രതികരിക്കണം ഇതിനെല്ലാം. എന്നാലേ നമ്മൾക്കും പിടിച്ചു നിന്ന് ജീവിക്കാൻ പറ്റുള്ളൂ ഈ നാട്ടിലും ഇന്ത്യയിലും. അപ്പോൾ ആ പട്ടിൻ്റെ മോനെ ഇനിയെങ്കിലും ആ നായിന്ന് പറയാൻ പറ്റില്ല, അതിലും മോശമായ മൃഗമുണ്ടെങ്കിൽ ആ മൃഗത്തിലെയും ഉപമിക്കാനേ അവനെ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തല സാറിനും പോലീസ് വകുപ്പിനും നല്ല പോലീസുകാരൻ്റെ കയ്യിൽ ഇത് എത്തിയിട്ട് അവരതിന് തക്കതായ ശിക്ഷ എടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, എനിക്ക് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക.
ഞാൻ ഓരോന്ന് പറയുന്നതിന് നിങ്ങളുടെ സപ്പോർട്ടും കൂടി കിട്ടിയാലേ എനിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതെല്ലാവരും വീഡിയോ കണ്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. പിന്നെ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാൻ അത്രമാത്രം ആ വീഡിയോ കണ്ടിട്ട് ലജ്ജിക്കുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇപ്പോൾ ആലോചിച്ച് ഞാൻ തല താഴ്ത്തുകയാണ്, ലജ്ജിക്കുകയാണ് ഞാൻ. കാരണം ജീവിതത്തിൽ സ്വസ്ഥത എന്ന് പറയുന്നത് സ്ത്രീക്ക് ഇല്ല. സ്ത്രീകൾക്ക് അത്രമാത്രം അതമ്പതിച്ചു പോയി നമ്മുടെ ഈ കേരളവും ഇന്ത്യയും. കാരണം പെൺകുട്ടികളുടെ ഈ ശരീരത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഈ പുരുഷന്മാർക്ക് തക്കതായ ശിക്ഷ കൊടുക്കാതിരുന്നാൽ സ്ത്രീകൾക്ക് ഒരിക്കലും പുറത്തിറങ്ങി തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.